എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് ജൂലൈ 5-ാം തീയതി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം. അതല്ലെങ്കിൽ ഏകദേശം ഒരു 12 മണിയോടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ എന്നാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും റിസൾട്ട് ആ ഒരു സമയത്ത് തന്നെ പരിശോധിക്കാനായിട്ട് സാധിക്കണമെന്നില്ല. കാരണം നിരവധി വിദ്യാർത്ഥികൾ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നതും നോക്കിയിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ വെബ്സൈറ്റിൽ വളരെയധികം ട്രാഫിക് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഒരു സമയം കൊണ്ട്, അതായത് നിങ്ങൾക്ക് ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നു കഴിഞ്ഞാലും എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വെബ്സൈറ്റ് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് റിസൾട്ട് നോക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇന്ന് രാത്രിയോടെയൊക്കെ ആയിരിക്കും കറക്റ്റായിട്ട് വെബ്സൈറ്റ് ലോഡ് ചെയ്ത് കിട്ടുക. നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ലോഡായിട്ട് വരുന്നത് കാണാൻ, അതായത് ലോഡായിട്ട് വരാത്തത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ലോഗോ കറക്റ്റായിട്ടൊന്നും വന്നിട്ടില്ല. അതായത് ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റിലുള്ള കൂടുതലായിട്ടുള്ള ട്രാഫിക്കാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം വരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ പറ്റണമെന്നില്ല. കാരണം വെബ്സൈറ്റിൽ ഇതേ രീതിയിൽ പേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഡാവണമെന്നില്ല. അതുപോലെ തന്നെ ലോഡായി കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാലും പിന്നീട് ആ ഒരു റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2025-26 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് രാത്രിയോടെയായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതായത് ചില സ്ഥലങ്ങളിൽ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണവും ഇതേ രീതിയിൽ ലോഡാവാതെ ഇഷ്യൂ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നെറ്റ് സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പെട്ടെന്ന് പരിശോധിക്കാൻ പറ്റും. ചില സമയത്ത് ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ഈ ഒരു പേജ് കാണിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ രാത്രിയോടെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം നോക്കാം. ആദ്യം തന്നെ polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ആദ്യം തന്നെ കാണാൻ പറ്റും റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2025-26 എന്നുള്ള ലിങ്ക്, ആദ്യത്തെ ഫസ്റ്റ് ലിങ്ക് തന്നെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സൈഡിലായിട്ട് കുറച്ച് ടാബുകൾ കാണാൻ പറ്റും. അതായത് ചെക്ക് യുവർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് 2 ബോക്സ് ഉണ്ടാകും. അപ്പോൾ 2 ബോക്സുകളിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഫസ്റ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, അത് വൺ ടൈം രജിസ്ട്രേഷൻ ID, അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് മുകൾ ഭാഗത്തായിട്ട് വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച കളറിൽ ഏകദേശം ഒരു ഇളം പച്ച ബാക്ക്ഗ്രൗണ്ടോടുകൂടി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതായിട്ട് കാണാൻ പറ്റും. അതേസമയം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് അടുത്ത മറ്റൊരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ടാവും. അതായത് യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും രണ്ടാമതായിട്ട്. മൂന്നാമതായിട്ട് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ കോളേജിലും, അതായത് നിങ്ങൾക്കിപ്പോൾ യുവർ റാങ്കിൽ സ്ട്രീം 1 സ്ട്രീം 2 എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. സ്ട്രീം 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ആ ഒരു കോഴ്സ് കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ സ്ട്രീം 1 റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഒരു നിശ്ചിത കോഴ്സ്, അതായത് മാത്സ് ഉള്ളതും ഇല്ലാത്തതുമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രീം 1 എന്നുള്ളത് ഒരു വിഭാഗം കോഴ്സിലേക്കും, അതുപോലെ സ്ട്രീം 2 എന്ന് പറയുന്നത് വേറെ, അതായത് ഏത് കോമ്പിനേഷൻ ഇല്ലാതെ ആ ഒരു
കോഴ്സാണ്, അതായത് ആ ഒരു കോഴ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 2 വിഭാഗം കോഴ്സുകളിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രീം 1 സ്ട്രീം 2 എന്നിങ്ങനെ 2 റാങ്ക് ലിസ്റ്റുകൾ, അതായത് 2 റാങ്കുകൾ ഉള്ളത്. അപ്പോൾ ആ ഒരു 2 റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏത് കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നൽകുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് നൽകുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് സ്ട്രീം 1 സ്ട്രീം 2 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സ്ട്രീം 1-ൽ ഒരു സെപ്പറേറ്റ് കോഴ്സുകളിലേക്കുള്ള, അതായത് ഒരു നിശ്ചിത കോമ്പിനേഷൻ്റെ ആ ഒരു പഠിക്കാതെ, അതായത് ഇപ്പോൾ SSLC-യിൽ മാത്സ് പഠിച്ചവർക്കും അതുപോലെ മാത്സ് പഠിക്കാത്തവർക്കും പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം ആ ഒരു സ്ട്രീം 1 സ്ട്രീം 2 റാങ്ക് ലിസ്റ്റ് തമ്മിൽ, അതായത് റാങ്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു 2 റാങ്കിലേക്കും നിങ്ങളെ ആ 2 റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വിവിധ കോഴ്സുകളുടെ സീറ്റ് വേക്കൻസി അനുസരിച്ച് നിങ്ങൾ വെച്ച ഓപ്ഷൻ അനുസരിച്ച് നിങ്ങളെ പരിഗണിക്കപ്പെടും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ ജില്ല. അതുപോലെ തന്നെ ഏത് പോളിടെക്നിക് കോളേജാണ് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നീട് ഏത് കോഴ്സിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് ആണ് പറയുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ഏത് കോട്ടയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അതായത് കോട്ട എന്ന് പറയുമ്പോൾ അതിൽ ജനറൽ കോട്ട ഉണ്ടാവും, അതുപോലെ ഓൾ കാറ്റഗറി ഉണ്ടാവും. ഓൾ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എല്ലാ റാങ്ക് ലിസ്റ്റിൻ്റെ ഇതുമാണ്. അതുപോലെ തന്നെ ജനറൽ കോട്ട, VHSC, അതുപോലെ തന്നെ ഈ ഒരു SC ST, അതുപോലെ തന്നെ EWS, മുസ്ലിം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ, അതുപോലെ തന്നെ OBH, അതുപോലെ OBC ഹിന്ദു, അതുപോലെ തന്നെ വിവിധ കാറ്റഗറിയുടെ റിസർവേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ റിസർവേഷൻസ് ആണോ ഉള്ളത് അതിനനുസരിച്ച് ഓരോന്നിൻ്റെയും കാറ്റഗറിയും കറക്റ്റായിട്ട് മാറിയിട്ട്, അതായത് ഒറ്റത്തവണ സെലക്ട് ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓരോ പ്രാവശ്യം ഇതേ സ്റ്റെപ്പ് ചെയ്ത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് പിന്നീട് കോളേജ് സെലക്ട് ചെയ്ത് പിന്നീട് കോഴ്സ് സെലക്ട് ചെയ്ത് പിന്നീട് കോട്ട സെലക്ട് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം ഞാൻ ജനറൽ കോട്ടയുടെ നോക്കുക, കാരണം ജനറൽ എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് എല്ലാ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും അതിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറൽ കോട്ട നോക്കും. അപ്പോൾ ജനറൽ കോട്ട നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്ക്, അതായത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് നോക്കാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് വിചാരിക്കുക. ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ എവിടെയാണോ കിട്ടിയത് ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോയിട്ട് ജൂലൈ 30-ാം തീയതിക്കുള്ളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കില്ല. ഇനി അതേസമയം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങളുടെ ടെമ്പററി അഡ്മിഷൻ നേടി അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടി എന്ന് വിചാരിക്കുക. ടെമ്പററി അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടി എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയ കോളേജിൽ പോയിട്ട് വീണ്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് വേറൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അതിപ്പോൾ ഏത് ഓപ്ഷൻ ആയിക്കോട്ടെ, വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുന്നതും അത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തോട്ടെ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തോട്ടെ, നിങ്ങൾക്ക് പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് നിങ്ങളുടെ ഇവിടുത്തെ അഡ്മിഷൻ മാറുന്നതും, നിങ്ങൾ പുതുതായിട്ട് നിലവിലിപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത കോളേജ് ആണെങ്കിൽ അവിടെ നിന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങി പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കുമെന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ജൂലൈ 10-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. 10-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. നിലവിൽ ടെമ്പററി അഡ്മിഷനാണ് നേടിയതെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ ടെമ്പററി അഡ്മിഷൻ നേടിയ സീറ്റിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഇതിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ജില്ലാ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇടുക്കി, വയനാട് ജില്ലകൾ കൂടാതെ എക്സ്ട്രാ അതിനോടൊപ്പം തന്നെ 3 ജില്ലകളിലേക്ക് കൂടി നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. സ്പോട്ടല്ല, കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ രജിസ്ട്രേഷൻ അതുപോലെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റും ഇതുപോലെ റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2025-26 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ജൂലൈ 11-ാം തീയതി മുതൽ 14-ാം തീയതി വരെ വരാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു വെബ്സൈറ്റിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ
എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, അതല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ID ഇവയിൽ ഏതെങ്കിലും കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല കൂടി സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നിലധികം ജില്ലകളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കാം. ഇങ്ങനെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ പ്രത്യേകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ജില്ലാ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന ഈ ഒരു സ്പോട്ടല്ല കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങൾ ഇന്നത്തെ അലോട്ട്മെൻറ്റ് പരിശോധിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുകളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.